നിങ്ങൾക്കിഷ്ടമില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സ്ത്രീകളെന്ന് പറയുന്നത് കഞ്ഞിവക്കലും കലമ്പടിക്കലും കുടിച്ചു വന്ന ചെറുപ്പക്കാരൻ്റെ അടിയും കുത്തും കൊള്ളലും എന്നൊരു നാടൻ പാട്ട് പറയുന്നു. ഭർത്താവിനോട് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ തലാക്ക് 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 ഒഴിവായിക്കൊള്ളും. നമ്മുടെ രാജ്യത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? നമ്മുടെ മതങ്ങളും നമ്മുടെ തത്വശാസ്ത്രങ്ങളുമെല്ലാം പുരുഷാധിപത്യ കേന്ദ്രീകൃത സമൂഹമാണ്. 10 മക്കളുടെ അമ്മയായാണെങ്കിലും അവളെ ഉപേക്ഷിക്കുവാനുള്ള 6 കാരണങ്ങൾ കേട്ടിട്ടുണ്ടോ? ഭർത്താവിനോട് ചോദിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ്. മറ്റൊരാളെ അനുകൂലിച്ച് പറയരുത്, ഭർത്താവിനെ മാത്രം അനുകൂലിക്കുക. പരനെ അനുകൂലിച്ചോ ഒഴിവാക്കണം. ഉരിപ്പന നാട്ടപ്പാതരക്ക് 4 കാലമൊക്കെ കെട്ടിക്കൊണ്ടേരുവപ്പാ, പിന്നെ ഇവിടെ സൗകര്യം ഉണ്ടോ എന്നൊക്കെ പറയേണ്ടി വരുന്നതില്ലേ? വലിച്ചെറിയിൽ വിരുദ്ധ കേരളത്തിലേക്ക് പോകുന്ന ശുചിത്വ ഹർത്താൽ നടന്നു. അവനവൻ്റെ അടിവസ്ത്രം അലക്കിയിടൂല, എന്നിട്ട് പുറത്തു പോയിട്ട് ഘോരഘോരം പ്രസംഗിക്കും. കാര്യമുണ്ടോ? ഒരു സ്ത്രീയുടെ ഒരായുസിനിടയിൽ എത്ര ദോശ ഇടുമെന്നറിയോ? നിങ്ങളറിയുമോ? 19 ലക്ഷം ദോശ ഇട്ടിട്ടുണ്ടാവും ഒരു 70 വയസ്സിനിടയിൽ ഒരു സ്ത്രീ. കേരളത്തിൽ പറയാറുണ്ട് നവോത്ഥാനമൊക്കെ ചെരുപ്പ് പോലെയാ. പുറത്തു പോകുമ്പോൾ ഇട്ടിട്ട് പോകും, എന്നാൽ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ അത് അയച്ചിട്ട് പുറത്തു വെക്കും. വീട്ടിൻ്റെ അകത്ത് ഒരു നവോത്ഥാനമില്ല. എന്താണ് ഈ പക്ഷാഘാതം? ഒരു ഭാഗം തളർന്നു കിടക്കുമ്പോൾ ഒരു പക്ഷിക്ക് പറക്കാനാവില്ല. പക്ഷിക്ക് പക്ഷി എന്ന് പേര് വന്നത് 2 പക്ഷങ്ങളുള്ളത് കൊണ്ടാണ്. പക്ഷമെന്ന് പറഞ്ഞാൽ ചിറകാണ്. ഒരു ചിറകൊടിഞ്ഞ ഒരു പക്ഷിക്ക് മുന്നോട്ട് പറക്കാൻ കഴിയില്ല. കേരള സമൂഹം അധികാര വികേന്ദ്രീകരണവും ഭൂമിയുടെ വികേന്ദ്രീകരണവും അക്ഷരത്തിൻ്റെ വികേന്ദ്രീകരണവും ഒക്കെ നടന്ന് ഒരുപാട് മുന്നോട്ട് പോയ സമൂഹമായിരുന്നുവെങ്കിലും സാമ്പത്തികമായ വികാസ പ്രക്രിയയിൽ നമ്മളേറെ പുറകിലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? സമൂഹത്തിൽ നേർപകുതി പുരുഷന്മാരും നേർപകുതി സ്ത്രീകളുമാണ്. പക്ഷേ പുരുഷന്മാരിൽ 82% ജോലിക്ക് പോകുന്നു. 82, ആരോഗ്യമുള്ളവരിൽ 82% ജോലിക്ക് പോകുന്നു. സ്ത്രീകളാവട്ടെ ആരോഗ്യമുള്ളവരിൽ ജോലിക്ക് പോകുന്നവർ 23% മാത്രമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ മാത്രം ജോലി ചെയ്തിട്ടുണ്ടാകുന്ന വരുമാനം കൊണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക ശാക്തീകരണവും ദാരിദ്ര്യ ലഘൂകരണവും നടക്കില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്, തൊഴിലിടങ്ങളിലേക്ക്, പൊതുപ്രവർത്തനത്തിലേക്ക്, അഭിപ്രായ രൂപീകരണത്തിലേക്ക്, അതുപോലെ കുടുംബത്തിൻ്റെ നായക പദവിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ലോകത്തിന് മാതൃകയായിട്ട് 1998 ആരംഭിച്ച മഹാപ്രസ്ഥാനമാണ് കുടുംബശ്രീ. ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ പശ്ചാത്തലം എന്താണ്? നമ്മുടെ മതങ്ങളും നമ്മുടെ തത്വശാസ്ത്രങ്ങളുമെല്ലാം പുരുഷാധിപത്യ കേന്ദ്രീകൃത സമൂഹമാണ്. സ്ത്രീകളെന്ന് പറയുന്നത് കഞ്ഞിവക്കലും കലമ്പടിക്കലും കുടിച്ചു വന്ന ചെറുപ്പക്കാരൻ്റെ അടിയും കുത്തും കൊള്ളലും എന്നൊരു നാടൻ പാട്ട് പറയുന്നുണ്ട്. അതുപോലെ ഭക്ഷണം പാചകം ചെയ്യുക, അലക്കുക, പ്രസവിക്കുക, മുലയൂട്ടുക, ഈ പണി മാത്രം എടുക്കുന്ന ആളാണ് സ്ത്രീകളെന്ന ഒരു സങ്കല്പം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു ശ്ലോകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 10 മക്കളുടെ അമ്മയായാണെങ്കിലും അവളെ ഉപേക്ഷിക്കുവാനുള്ള 6 കാരണങ്ങൾ കേട്ടിട്ടുണ്ടോ? വിവാദശീലാം സ്വയമർത്ഥചോരിണീം പരാനുകൂലാം പതിദോഷഭാഷിണീം അഗ്രാശനീം അന്യഗൃഹപ്രവേശിനീം ഭാര്യാം ത്യജേത് പുത്രദശപ്രസൂതിക. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതെഴുതി വെച്ച നാടാ. വിവാദശീലാം, ഭർത്താവിനോട് തർക്കിച്ചിട്ടുണ്ടെങ്കിൽ തലാക്ക് 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 ഒഴിവായിക്കൊള്ളും, ഉപേക്ഷിക്കണം. സ്വയമർത്ഥചോരിണീം, സ്വന്തം പണം മോഷ്ടിച്ചെങ്കിൽ. അതെന്തിനാ സ്വന്തം പണം മോഷ്ടിക്കുന്നത്? അവനവൻ അധ്വാനിച്ചു കൊണ്ടുവന്ന പണം ഭർത്താവിനോട് ചോദിക്കാതെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് മോഷണമാണ്. അങ്ങനെ സ്വന്തം പണം മോഷ്ടിച്ചാൽ ഉപേക്ഷിക്കണം. പരാനുകൂലാം, ലോകത്തെ ഏറ്റവും വലിയ ആളാരാ? ഭർത്താവ്. അതിനേക്കാൾ സുന്ദരൻ, അതിനേക്കാൾ നല്ലവൻ വേറെ ആളില്ല. മറ്റൊരാളെ അനുകൂലിച്ച് പറയരുത്, ഭർത്താവിനെ മാത്രം അനുകൂലിക്കുക. പരനെ അനുകൂലിച്ചോ ഒഴിവാക്കണം. പതിദോഷഭാഷിണിയും, ഭർത്താവിൻ്റെ കുറ്റവും കുറവും ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭർത്താവിൻ്റെ കുറ്റവും കുറവും പറയാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് താല്പര്യമുള്ളവരില്ല. അവരെപ്പോഴും ഭർത്താവിന് എത്രയാ ശമ്പളം എന്ന് ചോദിച്ചാൽ വലുത്തുവാത്തൊരു 0 കൂടി കൂട്ടിയിട്ടേ പറയൂ.
ഭർത്താവിനെ പുകഴ്ത്തുന്നത് സ്ത്രീകളുടെ ഒരു സന്തോഷമാണ്. പക്ഷെ കുറ്റം പറയുന്നുണ്ടെങ്കിലോ അത്രയും ദുരിതം അനുഭവിച്ചിട്ട് സഹി കെട്ടിട്ടാണ് പറയാ, കുരിപ്പനെ നാട്ടപ്പാതരക്ക് 4 കാലമൊക്കെ കെട്ടിക്കൊണ്ടേരുവപ്പാ, പിന്നെ ഇവിടെ സൗകര്യം ഉണ്ടോ എന്നൊക്കെ പറയേണ്ടി വരുന്നതില്ലേ? അത്രയും സഹി കെട്ടിട്ടാ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ട് ഉപേക്ഷിക്കണം. പതിദോഷഭാഷിണിയും അഗ്രാശനിയും. ഭർത്താവിനേക്കാൾ മുമ്പേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഭർത്താവ് കഴിച്ചാൽ ബാക്കിയുള്ളത് ഗ്രഹണം പറ്റിയ ചന്ദ്രനെ പോലെ പാത്രത്തിൻ്റെ ഒരു അരുമൽ പണ്ട് ബാക്കി വെക്കും. അതാ പെണ്ണുങ്ങൾക്കുള്ള ഭക്ഷണം അല്ലേ? അങ്ങനെ ഭർത്താവിൻ്റെ ബാക്കി ഉണ്ണുക. ഭർത്താവിനേക്കാൾ മുമ്പേ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം. അതാണ് അഗ്രാശനിയും അന്യഗൃഹപ്രവേശിനിയും. ഭർത്താവിൻ്റെ കൂടെ അല്ലാതെ മറ്റേതെങ്കിലും വീട്ടിൽ പോയി ഇരുന്നിട്ടുണ്ടെങ്കിൽ അവളെ ഉപേക്ഷിക്കണം. അതങ്ങാൻ ഇന്ന് നടപ്പിലാക്കിയെങ്കിൽ കുടുംബശ്രീയിൽ ഏതെങ്കിലും പെണ്ണിന് ഭർത്താവ് ഉണ്ടാവോ? എല്ലാ കുടുംബശ്രീ യോഗവും ആരാൻ്റെ വീട്ടിലല്ലേ? ഇങ്ങനെ എഴുതി വെച്ച അങ്ങനെയൊക്കെയുള്ള സ്ത്രീയെ ഈ 6ൽ ഒരു കാരണമുണ്ടെങ്കിൽ ഉപേക്ഷിക്കണം എന്ന് എഴുതി വെച്ച നാടാണ്. ന സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല, ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞതിനെ കുഴപ്പമില്ലായിരുന്നു. അർഹിക്കുന്നില്ല എന്ന് എഴുതി വെച്ച നാടാണിത്. അങ്ങനെയൊക്കെ എഴുതി വെച്ച നാട്ടിലാണ് സ്ത്രീകളെന്ന് പറയുന്നത് പൊതുപ്രവർത്തന രംഗത്തേക്ക്, തൊഴിൽ രംഗത്തേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ഇടപെടൽ ഉണ്ടായേ തീരൂ. അന്ന് വരെ ഒരു യോഗത്തിന് വിളിച്ചാൽ, ഒന്ന് അധ്യക്ഷം വഹിക്കാൻ വിളിച്ചാൽ 50 പൈസേൻ്റെ സഞ്ചി അടുപ്പിലിട്ട പോലെ എന്നെ വിളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പുറകോട്ട് ചുളുങ്ങിപ്പോകുന്ന സ്ത്രീകൾക്ക് പകരം ഇപ്പോൾ വടകര നഗരസഭ മാത്രമല്ല, എത്രയെത്ര, എൻ്റെ ലീഡർ ഒരു സ്ത്രീയാ. കേരളത്തിൽ ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തിൻ്റെ അവാർഡുകൾ നേടിയത് ഈ വർഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത്. അവാർഡ് വാങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകൾ നയിക്കുന്നതാണ്. അത്തരത്തിൽ സ്ത്രീകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന്, ഭരണരംഗത്ത് നിർവഹണം നടത്തുന്നതിന്, സമൂഹത്തിൽ സകലമാന കാര്യങ്ങളും ഇടപെടുന്നതിന് ശക്തരാക്കാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അതിലൂടെ വരുമാനമുണ്ടാക്കുന്ന വിധത്തിൽ പല കുടുംബങ്ങളുടെയും സാമ്പത്തിക സ്രോതസ് കുടുംബശ്രീയുടെ ലോണായിട്ട് മാറിയിട്ടുണ്ട്. കുടുംബശ്രീ സംരംഭങ്ങളിലൂടെ സ്ത്രീകൾക്ക് സ്വയം പര്യാപ്തതയുണ്ടായിട്ടുണ്ട്. ആ നേട്ടങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്. 25 വർഷമായി ഈ കുടുംബശ്രീ മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് മാറ്റമുണ്ടായിട്ടുണ്ട്. ഈ 25ാം വർഷത്തിൽ നിൽക്കുമ്പോൾ ഈ നേടിയ നേട്ടങ്ങളുടെ അവദാനങ്ങൾ പറഞ്ഞു നടക്കലാണോ ഇനി നമ്മുടെ പണി? നമ്മൾ എവിടുന്നാ വന്നറിഞ്ഞ് എങ്ങോട്ടാ പോണെന്നറിയണം. നമ്മുടെ ലക്ഷ്യബോധം ഇതൊന്നുമല്ല. ലക്ഷ്യബോധത്തിൽ അടിത്തറ മാത്രമേ ആയിട്ടുള്ളൂ, നമുക്ക് തറ കെട്ടിയിട്ടേ ഉള്ളൂ. ഇനി സ്ത്രീ ശാക്തീകരണത്തിൻ്റെ, ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ വീട് നിർമ്മാണ പ്രവർത്തനം നമുക്ക് ഇനിയാണ്. തറയായിട്ടുണ്ട്. അല്ലാതെ പണ്ടത്തെ കഥകൾ പറഞ്ഞിട്ട് എൻ്റെ ഉപ്പാപ്പാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമുണ്ടോ? അവസാനം വലിയ കുയ്യാനയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് കഥകൾ മാത്രം പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് വർത്തമാന കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തി ഭാവി കാലത്തെ രൂപപ്പെടുത്താൻ എന്തു ചെയ്യണം എന്നതിനെപ്പറ്റി ഗൗരവതരമായി വിചിന്തനം നടത്താൻ, അത് ഞാനല്ല ചിന്തിക്കുന്നത്, നിങ്ങളെല്ലാം കൂട്ടമായിട്ട് ചിന്തിക്കാൻ കഴിയണം. അതിന് നമ്മൾ, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ചില യാഥാർത്ഥ്യങ്ങൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഇങ്ങനെ പുകഴ്ത്തൽ, അക്ബർ ചക്രവർത്തിയുടെ ഭരണപരിഷ്കാരങ്ങൾ 1.5 കവിയാതെ ഉപന്യസിക്കുക എന്ന് പണ്ട് 10ാം ക്ലാസ്സിലെ എസ് എ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞങ്ങൾ 1.5 എഴുതും. അക്ബർ ചക്രവർത്തി നല്ല ചക്രവർത്തിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ മികച്ചതായിരുന്നു, എല്ലാം കൊണ്ടും നോക്കിയാൽ അദ്ദേഹം നല്ല ഭരണപരിഷ്കാരങ്ങളാണ് കാഴ്ചവെച്ചത് എന്ന് 1.5 മോശമായിരുന്നില്ല, നന്നായിരുന്നു, മികച്ചതായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എഴുതും. ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രസംഗങ്ങളും അങ്ങനെയുള്ള പരിപാടികളും നമുക്ക് വേണ്ട. നമുക്ക് യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുത്തണം. ഇപ്പോഴെന്താണ് അവസ്ഥ? ഒരുപാട് ആളുകൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. 50%, 53% സ്ത്രീകൾ ഭരണാധികാരത്തിൽ കേരളത്തിൽ വന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഒക്കെ 53% സ്ത്രീകൾ വന്നിട്ടുണ്ട്. ഒരുപാട്, ഒരു സർക്കാരിൻ്റെ സമാന്തര സർക്കാർ പോലെ അത്രയും വലിയ ഡിപ്പോസിറ്റ് കുടുംബശ്രീയുടെ പേരിൽ ബാങ്കുകളിലുണ്ട്. ഒരു പൊതുമേഖലാ ബാങ്ക് പോലെ കുടുംബശ്രീ പ്രസ്ഥാനം നല്ല പൊതു ഇടങ്ങളിൽ, ഉൽപാദന മേഖലകളിൽ ശക്തമായി ഇടപെടുന്നുണ്ട്. അതൊക്കെ സത്യം തന്നെ. അതൊക്കെ സത്യം തന്നെ ആയിരിക്കുമ്പോഴും കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്?
നമ്മുടെ പുരുഷന്മാരുടെ, നമ്മുടെ പുതിയ തലമുറയുടെ കുട്ടികളുടെ മനോഭാവത്തിൽ മാറ്റമുണ്ടായിട്ടുണ്ടോ? മിനിഞ്ഞാന്ന് ഹർത്താൽ നടന്നു. എന്ത് ഹർത്താലാ? വലിച്ചെറിയിൽ വിരുദ്ധ കേരളത്തിലേക്ക് പോകുന്ന ശുചിത്വ ഹർത്താൽ നടന്നു. ഞാൻ 18 സ്ഥലങ്ങളിൽ, എൻ്റെ ഡിവിഷനിൽ 6 പഞ്ചായത്ത് ചേർന്നതാണ് എൻ്റെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ. 18 സ്ഥലങ്ങളിൽ ഈ സ്ത്രീകൾ, ഇവര് കുടുംബശ്രീക്കാര്, അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ശുചീകരണം നടത്തുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. അവിടെയെല്ലാം ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറഞ്ഞു, ഇതൊരു ജെൻഡർ നിഷേധമാണ് ഇവിടെ നടക്കുന്നത്. എന്താ? വൃത്തിയാക്കുന്നിടത്തെല്ലാം പെണ്ണുങ്ങൾ, ഫോട്ടോ എടുക്കാൻ ആണുങ്ങൾ. എല്ലായിടത്തും പെണ്ണുങ്ങൾക്ക് മാത്രമാണ് ഈ അവകാശം, കടമ, വൃത്തിയാക്കൽ. ആണുങ്ങൾക്ക് ബാധകമല്ല. ഈ കൊണ്ടേ ചാടുന്ന എല്ലാ ആണുങ്ങളാണ്. ഇത് മുഴുവൻ ഭാര്യ വലിച്ച് വൃത്തിയാക്കാൻ സ്ത്രീകൾ മാത്രമാകുന്നു എന്ന് പറഞ്ഞാൽ മട്ടൽമ ചവിട്ടിയ പോലെ ഒരു തല പൊന്തുമ്പോൾ മറ്റേ തല താവുന്നു എന്ന് പറഞ്ഞ പോലെ സ്ത്രീകൾ എത്രമാത്രം പൊതുരംഗത്തേക്ക് ഇടപെടുന്നുവോ അത്രമാത്രം പുരുഷന്മാർ പുറകോട്ട് പോകുന്നുണ്ടോ? അതല്ല നമ്മൾ ഉദ്ദേശിച്ചത്. ഉദാഹരണം നോക്കാം. ഗ്രാമസഭാ യോഗങ്ങളിൽ 80% സ്ത്രീകളുടെ പങ്കാളിത്തല്ലേ? പുരുഷന്മാർ വരുന്നുണ്ടോ? ഒന്ന്. ഘോഷയാത്രകൾ നോക്കൂ നിങ്ങൾ. മുത്തുക്കുട പിടിക്കാൻ, സെറ്റും മുണ്ട് ഉടുക്കാൻ, അല്ലേ, മുമ്പിൽ ബാനർ പിടിക്കാൻ, എല്ലായിടത്തും, അത് രാഷ്ട്രീയ പാർട്ടി ആയാലും നഗരസഭേൻ്റെ ആയാലും പഞ്ചായത്തിൻ്റെ ആയാലും എല്ലാം പെണ്ണുങ്ങളാണ്. ആണുങ്ങൾ സൈഡിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടാവും, അല്ലേ? അവിടെ PTA ജനബോഡികൾ നോക്കൂ. PTA ജനബോഡികൾ അമ്മമാരാണ്. ആണുങ്ങൾ വളരെ അപൂർവമായിട്ടേ വരുന്നുള്ളൂ. ഏതെങ്കിലും പരിപാടി വെച്ചാൽ ആ പരിപാടികളിലെല്ലാം സ്ത്രീകളാണ്. അപ്പൊ ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഗണപരമായ വർധനവ് മാത്രമാണോ ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. എന്താ ഗണപരമായ? എണ്ണത്തിലുള്ള വർധനവ് മാത്രമാണോ? നിങ്ങളുടെ നേട്ടങ്ങളൊന്നും ഞാൻ കണ്ടില്ലെന്ന് നടിക്കുന്നതല്ല. പക്ഷേ എണ്ണം ഇങ്ങനെ വർദ്ധിപ്പിച്ചിട്ട് ഒരുപാട് ആളുകൾ പൊതുരംഗത്തേക്ക് എണ്ണാൻ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിച്ചത് കൊണ്ട് മാത്രമായോ? ഗുണപരമായ വർധനവ് എത്രത്തോളം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഗൗരവതരമായി പരിശോധിക്കണം. ഗുണമുണ്ടായിട്ടുണ്ട്. പക്ഷെ ഗുണമുണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ സ്ത്രീപീഡന കേസുകൾ എല്ലാ വീട്ടിലും കുടുംബശ്രീ അംഗങ്ങളുണ്ടായിട്ടും ആ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ വെച്ചുണ്ടാക്കുന്ന ഭക്ഷണവും കഴിച്ചിട്ട് പോകുന്ന ഒരാണും ഒരു പെണ്ണിനെയും പീഡിപ്പിക്കുന്ന കേസ് പ്രതിയാക്കൂല എന്ന് തീരുമാനമെടുക്കാൻ നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല. എല്ലാ ദിവസവും സ്ത്രീകളെ പൊതു ഇടങ്ങളിൽ അപമാനിക്കുന്ന സംഭവങ്ങൾ, വാർത്തകൾ, കേരളത്തിൻ്റെ അഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ വരുന്നു. ഒരു പെണ്ണിനെ സോഷ്യൽ മീഡിയയിൽ അവഹേളിച്ചിട്ട് ആ പെണ്ണ് ആത്മഹത്യ ചെയ്ത വാർത്ത ഇന്നലെയാ വന്നത്. ആ അപമാനിച്ചവൻ മരിക്കുകയും ചെയ്തു, അല്ലേ? മരിക്കുകയും ചെയ്തു. ഇന്നലെ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു പെണ്ണിനെ ബാംഗ്ലൂർ ബസ്സിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കത്തിയെടുത്ത് കുത്തുന്നു. എന്നിട്ട് അവൻ കഴുത്തു മുറിച്ചിട്ട് 2 പേരും ആശുപത്രിയിലാകുന്നു. ഇന്നത്തെ വാർത്തയാണ് നമ്മൾ കണ്ടത്. ഇന്നത്തെ പത്രത്തിലെ വാർത്തയാണ്. എന്താണ് സംഭവം? സ്ത്രീപീഡന കേസുകൾ വർദ്ധിക്കുന്നു, സ്ത്രീ വാണിഭകൾ വർദ്ധിക്കുന്നു. എന്താണ്, അല്ലേ? തുടരുത്. അത് പൂവിൽ വീണാൽ പരാഗമാകുന്നു, ചെപ്പിൽ വീണാൽ വൈഡൂര്യമാകുന്നു. തുടരുത്. ചന്ദ്രിക ചന്ദനം നൽകി, തെന്നൽ വന്നളകങ്ങൾ പുൽകി എന്ന പാട്ടോർമ്മയുണ്ടോ? പക്ഷേ വ്യഭിചാരത്തെരുവിൽ മനുഷ്യനാ മുത്തുക്കൾ വിലപേശി വിൽക്കുന്നു, ഇന്നു വിലപേശി വിൽക്കുന്നു. ഇതിപ്പോഴും ആവർത്തിക്കുന്നു. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനേ എന്ന പാട്ടോർമ്മയില്ലേ? അല്ലേ? വ്യാസനോ കാളിദാസനോ അതുഭാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ എന്ന് അഭിനന്ദനം 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 എന്ന പാട്ടിലെ വരി, അല്ലേ? ആ വരിയിൽ ഇന്നും സ്ത്രീകൾ തെരുവിൽ വിലപേശി വിൽക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? ഇനിയും ഒരുപാട് ഉദാഹരണം പറയാം. ഞാനിവിടെ ചോദിക്കട്ടെ, നിങ്ങൾ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ നിങ്ങളുടെ കുടുംബത്തിൽ നമ്മളെ കേരളത്തിൽ പറയാറുണ്ട്, നവോത്ഥാനമൊക്കെ ചെരുപ്പ് പോലെയാണ്. പുറത്തു പോകുമ്പോൾ ഇട്ടിട്ട് പോകും, എന്നാൽ വീട്ടിൻ്റെ അകത്ത് കയറുമ്പോൾ അത് അയച്ചിട്ട് പുറത്ത് വെക്കും. വീട്ടിൻ്റെ അകത്ത് ഒരു നവോത്ഥാനമില്ല, ഒരു സ്ത്രീ ശാക്തീകരണമില്ല.
പുറത്ത് പോയിട്ട് ഘോരഘോരം പ്രസംഗിക്കും. അകത്ത് പോയിട്ട് എൻ്റെ ഷഡ്യാൽക്കീനാന്ന് ചോദിക്കുന്ന ഞാൻ സർവേ എടുത്തിട്ട് പറയാ, കേരളത്തിലെ 77% പുരുഷന്മാരും അവനവൻ്റെ അണ്ടർവെയർ അലക്കാത്തവരാ. അത് ഭാര്യയെയോ അമ്മയെയോ പെങ്ങളെയോ ഏൽപ്പിക്കുന്നവരാ. ശരിയാണോ? അവനവൻ്റെ അടിവസ്ത്രം അലക്കിയിടൂല, എന്നിട്ട് പുറത്തു പോയിട്ട് ഘോരഘോരം പ്രസംഗിക്കും. കാര്യമുണ്ടോ? ഞാൻ പറയുമ്പോൾ ചിലയാൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അതൊന്നും എനിക്ക് പ്രശ്നമല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ചെരുപ്പ് പോലെ അകത്ത് കയറുമ്പോൾ പൂട്ടിയിടുക, അഴിച്ചു പുറത്ത് വെക്കുക. അതാണോ നവോത്ഥാനം? നമ്മുടെ കുടുംബത്തിൽ ഞാനിവിടെ ഒരു ടെസ്റ്റ്, 25 വർഷമായി കുടുംബശ്രീ ഉണ്ടായിട്ട് ഞാനൊരു ചോദ്യം ചോദിക്കാം. നമുക്ക് എത്ര സ്ത്രീ സമത്വം ഉണ്ടായിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ ഒരു ചോദ്യം ചോദിക്കാം. വിവാഹത്തിന് മുമ്പ്, വിവാഹം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണോ ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണോ താമസം? പൊതുവെ അപൂർവം ചിലർ ഭാര്യ വീട്ടിൽ താമസിക്കുന്നവരുണ്ട്. ഭാര്യാഗൃഹേ പരമസുഖേ 10 ദിനേ പട്ടി സമയം എന്നുള്ള ഒരു ചൊല്ലുള്ളതുകൊണ്ട് അധികം ആളും പോവില്ല. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ, ഞാൻ ഭാര്യ വീട്ടിൽ അങ്ങനെയൊന്നും പോവില്ല, മാസത്തിൽ 2 പ്രാവശ്യമേ പോവും, പോയാൽ ഒരു 15 ദിവസം അടക്കുമെന്ന്. മാസത്തിൽ 2 പ്രാവശ്യമേ പോവും, പോയാൽ ഒരു 15 ദിവസം അടക്കുമെന്ന്. അപ്പോൾ ഓനാടെ തന്നെയാന്ന് പറയാൻ മടിച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ഭൂരിപക്ഷം സ്ത്രീകളും വിവാഹിതരായാൽ ഭർത്താവിൻ്റെ വീട്ടിലല്ലേ? അല്ലേ? മുസ്ലിം സമുദായത്തിൽ കുറച്ച് ആളുകൾ അറയിൽ പോയി കൂടുന്ന ആളുകളുണ്ട്, അത് വേറെ. എന്നാലും പൊതുവെ ഭർത്താവിൻ്റെ വീട്ടിലാണ്. വിവാഹത്തിന് മുമ്പ് താൻ താമസിക്കാൻ പോകുന്ന ഭർത്താവിൻ്റെ വീട് കണ്ട എത്ര സ്ത്രീകളുണ്ട് ഇവിടെ? ഒന്ന് കൈപൊക്കിയാട്ടെ. വിവാഹത്തിന് മുമ്പ് ഭർത്താവിൻ്റെ വീട് കണ്ടവർ എത്ര പേരുണ്ട്? ഒന്ന് കൈപൊക്ക്. നാട്ടിലായിരിക്കും അല്ലേ? ഒന്നിക്ക് കുടുംബത്തിലായിരിക്കും. ഈ കൈപൊക്കിയവരല്ല, ഒന്നിക്കൽ നാട്ടിലായിരിക്കും, അല്ലെ കുടുംബത്തിലായിരിക്കും, അല്ലേ? എന്ന് പറഞ്ഞാൽ ഒരു ശതമാനമില്ല. ബാക്കി ആരും ഭർത്താവിൻ്റെ വീട്, താൻ ജീവിക്കാൻ പോകുന്ന ആ വീട് കാണാൻ നമുക്ക് അവസരം കിട്ടുന്നില്ല, ഇപ്പോൾ കിട്ടുന്നില്ല. എന്നാൽ അടുത്ത ചോദ്യം, വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ വീട് കാണാതെ വിവാഹിതരായ ഏതെങ്കിലും ഭർത്താവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഒന്ന് കൈവക്ക്. വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ വീട് കാണാത്ത ഏതെങ്കിലും ഭർത്താവുണ്ടോ? ഉണ്ടോ? ഒറ്റൊരാളുള്ളു അല്ലേ? അത് പിടിച്ച് കഴിപ്പിച്ചങ്ങറ്റാ അല്ല. ആലോചിച്ച് നോക്കുക, താൻ എപ്പോഴെങ്കിലും വിരുന്നുകാരനായി ചെല്ലുന്ന വീട്, ആ വീട് എല്ലാ പുരുഷന്മാരും കണ്ടിരിക്കുന്നു. എന്നാൽ താൻ ജീവിതം മുഴുവൻ ജീവിക്കേണ്ട വീട് കല്യാണത്തിന് മുമ്പേ കാണാൻ അവസരമില്ല. അപ്പം ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇനിയും നമുക്ക് ഒരുപാട് സഞ്ചരിക്കാനില്ലേ? ഇനിയും ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. പക്ഷെ ഇത് നിങ്ങളുടെ കുടുംബത്തിൽ തീരുമാനാക്കുവോ? എൻ്റെ മോക്ക് ഭർത്താവിൻ്റെ വീട് കാണണോ നിങ്ങൾ പറയണ്ട. എൻ്റെ മോൻ കഴിക്കാൻ പോകുന്ന പെണ്ണിനെ അവൻ്റെ വീടൊന്ന് കാണാൻ അവസരം കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവോ? അതാ ചോദ്യം. തയ്യാറാവുമെന്നാ? അതിൻ്റെ മാറ്റമുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? അത് കഴിയണം. മറ്റൊരു കാര്യം പറയാം. ഒരു മരണ വീട്ടിൽ പോയാൽ, ഒരു കല്യാണ വീട്ടിൽ പോയാൽ മുറ്റത്ത് ഒരുപാട് കസേരയുണ്ട്, പന്തലിൽ നിറയെ കസേരയുണ്ട്. പക്ഷേ നമ്മുടെ മഹാഭൂരിപക്ഷ സ്ത്രീകളും, എല്ലാവരും അങ്ങനെയല്ല, വീട്ടിൻ്റെ അകത്ത് വിറക് അട്ടിയിടുന്ന നാടിനാണ്. വീട്ടിൻ്റെ അകത്ത് കണ്ടില്ലേ? എന്താ പന്തലിൽ വന്നിരിക്കാൻ അവർക്ക് അവകാശമില്ല? ആരെങ്കിലും ചോദ്യം ചെയ്യോ? എന്നാൽ ഇങ്ങനെ വിറക് അട്ടിയിടും പോലെ അകത്ത് അട്ടിയിടും. ഈ മരണപ്പെട്ട ബന്ധുക്കൾ ഒരു കുടിവെള്ളം കിട്ടാണ്ട് കരഞ്ഞു കുത്തിരിക്കുന്ന അവരെ വട്ടത്തിൽ ഇങ്ങനെ പെണ്ണുങ്ങൾ വളയും. എന്നിട്ട് ഇവർക്ക് ഓക്സിജൻ കിട്ടൂല. ഇത് മുഴുവൻ ഈ വന്നവർ വലിച്ചു തീർക്കുമല്ലോ. അങ്ങനെ ഓക്സിജൻ കിട്ടാതെ അവർക്ക് തലയുറ്റലുണ്ടാവും. എന്നിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോകും. മരണ വീട്ടിൽ ബന്ധുക്കളെ മിക്കതും ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നതിൻ്റെ കാരണം അവർക്ക് മര്യാദയ്ക്ക് ഓക്സിജൻ കിട്ടാഞ്ഞിട്ടാ. ഇത് മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയൂലേ? എന്തുകൊണ്ട് മരണ വീട്ടിൽ അകത്ത് പോയി ബോഡി കണ്ടാലൊന്ന് പുറത്തിറങ്ങിക്കൂടാ? ഇനി അടുത്ത ചോദ്യം, നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വിരുന്ന് വന്നാൽ, ചില കാലന്മാർ വിരുന്ന് വരിക ഉച്ചക്ക് 12 മണിയാകുമ്പല്ല വിരുന്ന് വരിക. കുറച്ച് നേരത്തെ വന്നൊക്കെ എന്തെങ്കിലും ഇട്ട് ആർത്ത ഭക്ഷണം ആയി കഴിയുമ്പോഴൊക്കെ വരിക. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ അടുപ്പത്തിടുന്നത്, പൊടിക്കുന്നത്, കറക്കുന്നത് എല്ലാം കൂടി പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ട് എന്തെല്ലാം ഉണ്ടാക്കി വിളമ്പി അവർ തിന്നിട്ട് എരിവിനെ പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞ് അപ്പം നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ ഇടയ്ക്ക് ആ വന്നിരിക്കുന്നവരോടൊരു വർത്തമാനം പറയാൻ ചാൻസ് സ്ത്രീകൾക്ക് കിട്ടുന്നുണ്ടോ? വന്നവരപ്പ പോവും അല്ലേ? അപ്പ പോവുക. ഇവർ ഈ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെല്ലാം അവസാനം ഒന്ന് വർത്താനം പറയാൻ ചാൻസ് ഇല്ല. എന്തുകൊണ്ട്? നമ്മുടെ വീട്ടിലെ പാചകം, പുരുഷന്മാർക്ക് എന്താ പാചകം പറ്റില്ലേ?
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന പുരുഷന്മാരല്ലേ? എല്ലാ കലോത്സവങ്ങളിലും എല്ലാ വിവാഹങ്ങളിലും എല്ലാ ഉത്സവ പരിപാടികളിലും ഭക്ഷണം പാചകം ചെയ്യുന്ന പുരുഷന്മാരല്ലേ? എന്നാൽ എല്ലാം പുരുഷന്മാരെ ഏൽപ്പിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഈ ഭക്ഷണം പാചകം ചെയ്യുന്നത്, അലക്കുന്നത്, വീട്ടുജോലികൾ, ഷെയറിങ് എന്ന പരിപാടി ഇപ്പോഴും മഹാഭൂരിപക്ഷം കുടുംബങ്ങളിലും ഇല്ല. ഷെയറിങ് ഇല്ല. അഥവാ പുരുഷന്മാര് ഭക്ഷണം പാത്രം കഴുകാൻ തുടങ്ങിയാൽ നിങ്ങൾ കണ്ടേ, ഏതെങ്കിലും ഒരു പുരുഷൻ മുറ്റടിക്കാൻ തുടങ്ങി അയ്യോ നിങ്ങളടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് അപകർഷതാബോധത്തോടെ പിടിച്ചു വെക്കുന്ന സ്വഭാവത്തിൽ നിന്ന് മാറി അത് ഷെയർ, നിങ്ങൾ തേങ്ങ ചരവുക, ഞാൻ വെണ്ടക്ക മുറിക്കാം, നിങ്ങൾ അത് മുണ്ട് നിങ്ങൾ അലക്കിക്കോ, ഞാൻ പിഴിയാം എന്നൊക്കെ മട്ടിൽ പരസ്പരം ഷെയർ ചെയ്യുന്ന ജീവിതക്രമം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണ്ടേ? അപ്പൊ പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ, പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ആ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാൻ എന്ത് വേണം? അതിന് നമുക്ക് വേണ്ടത്, ഇനി അടുത്ത ചോദ്യം, ഒരു ചോദ്യം കൂടി ചോദിക്കാം നിങ്ങളോട്. എന്താ ചോദ്യം? നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കാൻ സമർത്ഥന്മാരല്ലേ? ബിരിയാണി പാർസൽ വാങ്ങിക്കാറുണ്ടല്ലോ, ഹോട്ടലിൽ പോയിട്ട് ബിരിയാണി കഴിക്കാറില്ലേ? ഇല്ലേ? ബിരിയാണി കേരളത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഭക്ഷണമായി മാറിയിരിക്കും. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 5 കൊല്ലമായി ഏറ്റവും പ്രശസ്തമായ ഒരു ബിരിയാണി ഉണ്ട്. ആ ബിരിയാണി സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണിയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി കണ്ടവർ എത്രയാളുണ്ട്? ഒന്ന് കൈവക്കുക. 1 2 3. സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി 4 5 ആളാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി കണ്ട്. അതെന്ത് ബിരിയാണിയാപ്പാന്ന് ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട, ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിച്ച, വൈകാരിക മുഹൂർത്തങ്ങൾ ഉണ്ടാക്കിയ കഥയാണ് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി. മിക്ക വായനശാലകളും ചർച്ച ചെയ്തു ആ ബിരിയാണിയെ കുറിച്ച്. പക്ഷേ നിങ്ങൾ ആരും വായിച്ചോ? 5 പേരാ വായിച്ചത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ യോഗത്തിന് പോവുക, പൈസ വെക്കുക, കണക്ക് പറയുക, പഞ്ചായത്തിൽ നിന്നുള്ള അറിയിപ്പുകൾ പറയുക, ഗ്രാമസേവന്റെ കത്ത് വാങ്ങുക, പോവുക എന്നല്ലാതെ ഒരു കുടുംബശ്രീ യോഗത്തിൽ ഒരു കഥ വായിച്ചാലെന്താ? ഒരു കവിത ചൊല്ലിയാലെന്താ? ഒരു പത്രവാർത്തയെ കുറിച്ച് ചർച്ച ചെയ്യാലെന്താ? അതുകൊണ്ട് സ്ത്രീകൾ എന്ന് പറയുന്നത് ബാഹ്യമായ ഭൗതിക വികാസമല്ല പ്രധാനം. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് എല്ലാ സ്ത്രീകൾക്കും ഹോർലിക്സും ബൂസ്റ്റും കലക്കി കൊടുത്തിട്ട് ശരീരം ശക്തിപ്പെടലല്ല. സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് അവരുടെ ആന്തരികമായ വികാസമാണ് എന്ന തിരിച്ചറിവുണ്ടാവണം. മനുഷ്യനാവുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വലിപ്പം കൊണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ പിണറായി വിജയനേക്കാൾ യോഗ്യതയുള്ള ഒരാൾ ആരാന്നറിയോ? തൃശ്ശൂർ പൂരത്തിന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അയാളെ. തെച്ചിക്കാട്ട് രാമചന്ദ്രനാണ്. തെച്ചിക്കാട്ട് രാമചന്ദ്രനാണ് കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആന. ആ ആനയെ നമ്മൾ മുഖ്യമന്ത്രിയാക്കുന്നില്ലല്ലോ. ആ ആനയുടെ ഒരു കാലിൻ്റെ വലിപ്പം പോലും ഇല്ലാത്ത പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കുന്നത് ശരീരം കൊണ്ടല്ലല്ലോ നമ്മുടെ മഹത്വം, നമ്മുടെ എണ്ണമല്ലല്ലോ, നമ്മുടെ വലിപ്പമല്ലല്ലോ പ്രധാനം. അതുകൊണ്ട് പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഇനി കുടുംബശ്രീ എന്ന് പറയുന്നത് നിങ്ങളുടെ മാനസിക സ്ത്രീ വളർത്തണം. സാമ്പത്തിക സ്ത്രീ അല്ല. സ്ത്രീ എന്ന വാക്കിനർത്ഥം ഐശ്വര്യം എന്നാണ് അല്ലേ? ഐശ്വര്യം കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ്. സ്ത്രീകൾ, പുരുഷന്മാർക്ക് 100 രൂപ കിട്ടിയാൽ വീട്ടിലെത്തുക 20%, ബാക്കിയെല്ലാം ബൈക്ക് ചെലവാവും. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമല്ലേ? മൃഗത്തിൻ്റെ അതേ അനാട്ടമിയ മനുഷ്യന്. മൃഗത്തിനും 2 കണ്ണ, നമുക്കും 2 കണ്ണ. മൃഗത്തിനും 2 കാത, നമുക്കും 2 കാത. അടിസ്ഥാനപരമായി നമ്മുടെ ശരീരം മൃഗത്തിൻ്റെതല്ലേ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ കുട്ടികളാണെങ്കിൽ ഉടനെ അവർ മറുപടി പറയും 3 വ്യത്യാസമാണ് സാധാരണ പറയുക. മൃഗത്തിന് കൊമ്പുണ്ട്, നമുക്ക് കൊമ്പില്ല. മൃഗത്തിന് വാലുണ്ട്, നമുക്ക് വാലില്ല. മൃഗത്തിന് 4 കാലുണ്ട്, നമുക്ക് 2 കാലേ ഉള്ളൂ. ഈ 3 വ്യത്യാസവും തെറ്റല്ലേ? എല്ലാ മൃഗത്തിനും കൊമ്പുണ്ടാ? കൊമ്പുള്ള മൃഗങ്ങളും ഉണ്ട്, കൊമ്പില്ലാത്ത മൃഗങ്ങളും ഇല്ലേ? നമ്മൾ കൊമ്പില്ലാത്ത മൃഗത്തിൽ പെട്ടുക. എല്ലാ മൃഗത്തിനും വാലുണ്ടോ? വാലുള്ള മൃഗവും വാലില്ലാത്ത മൃഗവും ഇല്ലേ? ചിമ്പൻസിക്ക് വാലില്ല, ഒറാങ്കുട്ടന് വാലില്ല, ഗൊറില്ലക്ക് വാലില്ല. അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയതുകൊണ്ട് നമുക്കും വാലില്ല. വാലില്ലാത്ത എല്ലാം മനുഷ്യരല്ലല്ലോ. വാല് വ്യത്യാസമല്ല. പിന്നെ കാല്, നിങ്ങൾ അമ്മമാരല്ലേ മഹാഭൂരിപക്ഷവും?
നിങ്ങൾ പ്രസവിച്ച ഏതെങ്കിലും കുട്ടികൾ ആദ്യം 2 കാലുമേൽ നടന്നോ? ഇല്ലല്ലോ. നമ്മളെല്ലാം നടന്ന ആദ്യം 4 കാലുമേലല്ലേ. പിന്നീട് ജംബോ സർക്കസിലെ ആന 2 കാല് ഉയർത്തി കൈയാക്കി പിടിച്ചതുപോലെ നമ്മൾ പല കുറി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, പലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിച്ചതാ. നമുക്ക് 4 കാല. ഒരു സ്ത്രീയുടെ ഒരായുസിനിടയിൽ എത്ര ദോശ ഇടുന്നറിയോ? നിങ്ങൾ അറിയുമോ? 19 ലക്ഷം ദോശ ഇട്ടിട്ടുണ്ടാവും. ഒരു 70 വയസ്സിനിടയിൽ ഒരു സ്ത്രീ 19 ലക്ഷം ദോശ ഇടും. എത്ര ദോശ എത്ര തിന്ന് നമ്മൾ? ഇത്രയും ദോശ ഇടുമ്പോൾ എങ്ങനെയാ ദോശ എന്ന് പേര് വന്നതെന്നറിയോ? ദോ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ 2 തട്ടുമ്പലോയ്ക്കുമ്പോൾ നൊച്ച വരൂ, മറിച്ചിടുമ്പോൾ നൊച്ച വരൂ. 2 പ്രാവശ്യം അതാ ദോശ എന്ന് പേര് വന്നതെന്നറിയണം. ഇത് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞപ്പോൾ ഒരു ചെക്കൻ എന്നോട് ചോദിക്കുക, എന്നാൽ പൊറോട്ടക്ക് എങ്ങനെയാ പൊറോട്ട എന്ന് പേര് വന്ന്? ഞാൻ പറഞ്ഞു, നല്ല പൊറോട്ടയാ, പൊന്തിച്ച് പിടിച്ചോക്ക്, അതിൻ്റെ 2 പൊറോട്ടയായോണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ നാൽക്കാലിയാണ്. ശരീരം കൊണ്ട് നമ്മളൊരു മൃഗമാണ്. നമ്മളെപ്പോഴാ മനുഷ്യനായത്? ശരീരം കൊണ്ടാണോ? ശരീരം നമുക്ക് പോക്കാ മൃഗങ്ങളെക്കാൾ. ഒരു മൃഗവും മീട്ടുകൊട്ടയിട്ടിനാ. മീട്ടുകൊട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല? ഇല്ലല്ല, ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവും. മാസ്കിൻ്റെ മലയാളമാണ് മീട്ടുകൊട്ട കേട്ടോ. ഒരു മൃഗവും മാസ്ക് ഇട്ടിട്ടില്ല. എന്നിട്ട് ഏതിനെങ്കിലും കോവിഡ് വന്നാ? മഴ കൊണ്ടിട്ട് ജലദോഷം വരുന്നുണ്ടോ? നമ്മളെ കുട്ടികൾ മഴ കൊള്ളുമ്പോൾ മൂക്കുന്ന് 11 ഇറങ്ങി വരുന്നില്ലേ അല്ലേ? മൃഗങ്ങൾ നിലത്ത് കിടന്നിട്ട് മസിൽ കയറുന്നുണ്ടോ? ആ പശു പ്രസവിച്ച പശുക്കുട്ടി 1/2 മണിക്കൂർ കൊണ്ട് എണീറ്റ് ഓടൂല്ലേ? നിങ്ങൾ ആരെങ്കിലും പറ്റിയിട്ട് 1/2 മണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞില്ലേ കുമ്പിടാൻ? അംഗൻവാടി പോകുമ്പോൾ 3 വയസ്സാവൂലേ? 3ാമത്തെ വയസ്സിൽ പൈ പെറ്റിട്ട് ഒരു അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടി 3ാമത്തെ വയസ്സിൽ കുഞ്ഞിമോളല്ലേ? ആ പശുവിന് തിന്നാൻ കൊടുക്കുന്ന ഭക്ഷണം എന്തെങ്കിലും നല്ലതാണോ? പശു ഇപ്പോൾ കഴിഞ്ഞ വിഷുവിന് പാൽപ്പായസം വെച്ചില്ലേ? പശുവിനെ കറന്ന പാലുണ്ട്. 1 ഗ്ലാസ് പാൽപ്പായസം, അതിൻ്റെ പാലല്ലേ എന്ന് വിചാരിച്ച് അതിന് കൊടുത്താ? 1 ഗ്ലാസ് അതിൻ്റെ പാലല്ലേ, 1 ഗ്ലാസ് പാൽപ്പായസം അതിന് കൊടുത്തിട്ടുണ്ടാകും. ചില ആൾ കുറേ ബാക്കി വന്നിട്ടുണ്ട്, 2-3 ദിവസം പിടിച്ചിൽ വെക്കും. തീരെ പുളിച്ച് പോയാൽ പശുവിൻ്റെ വെള്ളത്തിലിടും. കറി നാറിയാലും വെള്ളരിക്ക കെട്ടാലും ചോറ് പുളിച്ചാലുമേ പശുവിന് കൊടുക്കൂ. കെട്ടോ നാറിയോ പുളിച്ചോവും കൊടുത്തിട്ട് പശു പുറത്തേക്ക് തരുന്ന ചാണകമാണ് നമ്മുടെ വീടിൻ്റെ അകം പണ്ട് സിമെൻറ്റ് വരുന്നതിന് മുമ്പേ ശുദ്ധിയാക്കിയേ. കൊടുക്കുന്നതെല്ലാം വൃത്തികെട്ടാ, പുറത്തേക്ക് തരുന്നത് വൃത്തിയാക്കുന്നതാ. നമ്മൾ തിന്നുന്നതെല്ലാം വൃത്തിയില്ല, പുറത്തേക്ക് വിടുന്ന എന്തെങ്കിലും തളിക്കാൻ പറ്റിയുണ്ടാ? ഇല്ല. അതുകൊണ്ട് ശരീരം കൊണ്ടല്ല നമ്മൾ മനുഷ്യനായത്. എപ്പോഴാ? ആന്തരികമായ വികാസം. ഇനി നിങ്ങളുടെ കുടുംബശ്രീ അതിലേക്കൊന്ന് കേന്ദ്രീകരിക്കുമോ? തൊഴിൽ വേണം, സമ്പത്ത് വേണം, കച്ചവടം വേണം, അതൊക്കെ വേണം. പക്ഷേ മാനസികമായ ഇച്ഛാശക്തി, ആ ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ആരെങ്കിലും ഓടിക്കുന്ന വണ്ടിയിൽ യാത്ര ചെയ്യല നമ്മളെ പണിയല്ലേ അല്ലേ? ആരെങ്കിലും ഓടിക്കുന്ന, കുടുംബത്തിലാണെങ്കിൽ ഭർത്താവ് ഓടിക്കുന്ന വണ്ടിയിൽ, ഭർത്താവില്ലെങ്കിൽ മക്കൾ ഓടിക്കുന്ന വണ്ടിയിൽ, സമൂഹത്തിലാണെങ്കിൽ ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ മുഖ്യസ്ഥൻ ഓടിക്കുന്ന വണ്ടിയിൽ അവർ പറഞ്ഞാൽ പോവും. എനിക്കൊരു നാടകം കാണാൻ പോകണം എന്ന് നിങ്ങൾ സ്വന്തം തീരുമാനിച്ചിട്ട് പോകുമോ? എനിക്കൊരു സിനിമ കാണണം, എനിക്കൊന്ന് ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം, എനിക്കൊരു തൊഴിൽ വേണം എന്ന ആ എൻ്റെ ജീവിതമാകുന്ന വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഞാനാണെന്ന ഇച്ഛാശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാഞ്ഞാൽ നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ടാണ് പഞ്ചായത്ത് പറഞ്ഞിട്ട്, മെമ്പർ പറഞ്ഞിട്ട്, CDS മെമ്പർ പറഞ്ഞിട്ട്, കോർഡിനേറ്റർ പറഞ്ഞിട്ട്, പ്രൊജക്ട് ഓഫീസർ പറഞ്ഞിട്ട്, പലരും പറഞ്ഞിട്ടാ പലരും പല സംരംഭങ്ങളും ഏറ്റെടുക്കുന്നത്. അത് ഏറ്റെടുത്തിട്ട് സബ്സിഡി കിട്ടിയാൽ പിന്നെ പൂട്ടും. എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞ അവിടെ ഇടും. ആരും പറയാതെ എനിക്കൊരു സംരംഭം തുടങ്ങണം. നിങ്ങൾ നോക്കൂ, അമേരിക്കയും ഇന്ത്യയും ഒന്ന് താരതമ്യം ചെയ്ത, അമേരിക്ക വികസിത രാജ്യം, ഇന്ത്യ എത്രയോ പിറകിലുള്ള രാജ്യം. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, അമേരിക്ക കൊളംബസ് കണ്ടുപിടിക്കുന്നതിന് 1500 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ നളന്ദ, തക്ഷശില സർവകലാശാലകളുള്ള നാടായിരുന്നു ഇന്ത്യ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചിട്ട് വലിയ അധികം കാലമൊന്നും ആയിട്ടില്ലല്ലോ. എന്നിട്ട് അമേരിക്കക്കാർ ഭയങ്കരന്മാര്, നമ്മളിപ്പോഴും പട്ടിണി റാങ്കിങ്ങിൽ പറയില്ല. എന്തുകൊണ്ട്? അവിടെയാണ് നിങ്ങളുടെ സ്ത്രീ ശാക്തീകരണം പോലെ എല്ലാവരും ശാക്തീകരിക്കേണ്ടത്. അമേരിക്കക്കാരൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ അമേരിക്കൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ അവസാനത്തെ 4 അക്ഷരാണ് അവൻ്റെ സ്വഭാവം. എന്താ സ്വഭാവം? അമേരിക്കൻ്റെ സ്പെല്ലിങ്ങിൽ AMERICAN, അവസാനത്തെ 4 അക്ഷരം എന്താ? ICAN. ICAN എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യാൻ, എനിക്ക് കഴിയും.
എനിക്ക് കഴിയും. അതാണ് അമേരിക്ക. അവരുടെ നയത്തോട് നമുക്ക് എതിർപ്പുണ്ട്. പക്ഷെ അമേരിക്കക്കാരുടെ ഇച്ഛാശക്തി അപാരമാണ്. എനിക്ക് കഴിയും, ഐ ക്യാൻ എന്ന് പറയും. എന്നാൽ നമ്മൾ ഇന്ത്യക്കാരോട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ IND അയ്യേ എന്ന് പറയും. അത് നടക്കൂലപ്പാ. എന്തെങ്കിലും ഒരു സംരംഭം ഏറ്റെടുക്കാൻ പറഞ്ഞാൽ അയ്യേ, IND അയ്യേ. അതല്ലേ നമ്മളെ സ്പെല്ലിങ്, അയ്യേ. എന്തിനും അയ്യേ എന്ന് പറയാ. അയ്യേ എന്നതിൽ നിന്ന് ഐ ക്യാൻ എന്നതിലേക്ക് മാറാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന ചോദ്യം. എന്തെല്ലാം അവസരങ്ങൾ വിസ്ഫോടനാത്മകമായി വികസിച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രക്രിയ എന്താന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ എത്രത്തോളം അതിനെപ്പറ്റി പഠിച്ചു എന്നറിയില്ല, ഞാനത് കൃത്യമായി പഠിച്ചു. എന്താ പ്രക്രിയ എന്നറിയോ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ കളി, പാട്ട് എന്നിവയൊന്നും പറ്റൂല എന്നും പറഞ്ഞിരിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ടായിരുന്നു. അത് മൊത്തം ഇപ്പൊ ഇറങ്ങിയിട്ട് ഒരു കൊറോണ പടരും പോലെയാ ഒരു കൈകൊട്ടിക്കളി വന്ന് പടർന്നിട്ടുണ്ട് അല്ലേ. ഏത് നാട്ടിൽ പോയാലും കൈകൊട്ടിക്കളി. തിരുവാതിരയെല്ലാം പോയി. തിരുവാതിരേന്റെ പ്രത്യേകത അത് ഒരു കുറച്ച് ലാസ്യമാണ്. വീര വീരാട കുമാര വിഭോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാ പോവാ. എന്നാൽ ഇത് താണ്ഡവത്തിലാ കൈകൊട്ടി. തുള്ളൽ എന്ന് പറഞ്ഞ ഏത് ജാതി നിർക്കർക്കത്തുള്ളലാ തുള്ളുന്നറിയോ? അത് മോശമല്ല. വിവാഹിതരായാൽ പിന്നെ ഒന്നും വേണ്ട, പരിപൂർണ ശ്രമക്ലമ വിരാമം. കല്യാണം കഴിഞ്ഞാൽ പിന്നെന്താ അത്ഭുതമാണ്. എൻ്റെ നാട്ടിൽ +2 പഠിക്കുന്ന ഫുൾ A+ വാങ്ങിയ ഒരു പെൺകുട്ടിയെ എനിക്കറിയാം, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ അഭിപ്രായങ്ങളെ കുട്ടി എപ്പോഴും എന്നെ ഫോണിൽ വിളിച്ച് പല കാര്യത്തെ പറ്റിയിട്ടും അഭിപ്രായം ചോദിക്കും. ഞങ്ങൾ ചർച്ച ചെയ്യും. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആ കുട്ടിയുടെ മുമ്പ് ചെറുതാ. അത്രയും ഭയങ്കര ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി +2 കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ടോ പോയി. ഞാൻ പിന്നെ കണ്ടില്ല. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വീട് കയറാൻ വേണ്ടി പോയപ്പോൾ ഒരു വീട്ടിൻ്റെ അകത്തുനിന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു കിളിനാദം, മാഷേന്നൊരു വിളി. ഞാൻ ചോദിച്ചു ആരാ? നോക്കുമ്പോൾ ഇവളാണ്. ഞാൻ ചോദിച്ചു എന്താ ഇവിടെ, നീ എന്താ ജോലി ചെയ്യുന്നു? എന്ത് ജോലി? 18 വയസ്സ് തികയുന്ന അന്ന് എന്നെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ വീട്ടിൻ്റെ അകത്തുനിന്ന് പിന്നെ കാറ് കയറിയിട്ട് എൻ്റെ വീട്ടിൽ പോകും, എൻ്റെ വീട്ടിൽ നിന്ന് കാറ് കയറിയിട്ട് ഇവിടെ വരും. പുറം ലോകം ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു. എന്തവകാശമാണ് ഇത്രയും ബുദ്ധിയെ പിടിച്ചു കൂട്ടി അകത്ത് കെട്ടിയിടാൻ? എന്തവകാശമാ മനുഷ്യലോകത്തിനുള്ളത്? ഞാൻ എൻ്റെ പ്രതീക്ഷ മിനിമം ഒരു കലക്ടറാവുമായിരുന്നു ആ കുട്ടിയെ തുടർന്ന് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ. വിവാഹം കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വേണ്ട. പരിപൂർണമായി പെറുക, മക്കളെ പോറ്റുക, ഭക്ഷണം ഉണ്ടാക്കുക, അലക്കുക, ഈ പണി മാത്രം എടുക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന മഹാഭൂരിപക്ഷം കേരളത്തിലെ കുടുംബങ്ങളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു സ്ത്രീയുടെ പരമമായ ലക്ഷ്യം വിവാഹമല്ല, പ്രസവമല്ല. അത് ജീവിത പ്രക്രിയയിൽ ഒരു ഭാഗം മാത്രമാണ് എന്ന ചിന്ത നിങ്ങൾക്കല്ല ഉണ്ടാവേണ്ടത്, നമ്മുടെ പൊതുസമൂഹത്തിനെ കൊണ്ട് അംഗീകരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഈ 25 വർഷം തികയുമ്പോൾ നിങ്ങൾ അതിനു വേണ്ടി ഇടപെടണം. എത്രയെത്ര കഴിവുകളുള്ള സ്ത്രീകൾ, എത്രയെത്ര കഴിവുകൾ. ഇന്ന് ലോകത്തിൻ്റെ ഊർജത്തിൻ്റെ കേന്ദ്രം ആണവോർജമല്ലേ? ആ ആണവോർജത്തിൻ്റെ ബേസ് ഉണ്ടാക്കിയത് ഒരു പെണ്ണാണെന്ന് നിങ്ങൾ അറിയുമോ? ഒരു പെണ്ണാണെന്ന്. അവൾ കോളേജ് പഠിക്കുമ്പോൾ അവൾക്ക് ഹോസ്റ്റലിൽ താമസിക്കാൻ പൈസയില്ല. എന്നിട്ട് കൂട്ടുകാരെ ഒരു ലോഡ്ജ്, ഒരു വീട്ടിൽ താമസിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ആടെ ചെന്നപ്പോൾ അതിന് കൊടുക്കേണ്ട ഓഹരി പൈസയും അവളുടെ കയ്യിലില്ല. അവസാനം അവൾ ചോദിച്ചത്, ഈ അടുക്കളേൻ്റെ അറ്റത്ത് കുറച്ച് സ്ഥലം ഉണ്ടാവില്ലേ വിറകെടുക്കുന്നിടത്ത്, ഞാൻ പായ വിരിച്ചിട്ട് അവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ, എന്നാൽ ആ പൈസയും വിട്ട് കളയണ്ടെന്ന് വിചാരിച്ചിട്ട് വീട്ടുടമസ്ഥൻ പറഞ്ഞു ശരി അവിടെ കിടന്നോ. അടുപ്പിൽ നിന്ന് ഉയരുന്ന പുകയും ശ്വസിച്ച് ശ്വാസം മുട്ടിയിട്ട് ആ പെൺകുട്ടി പായ വിരിച്ച് കിടന്നു. അവൾ പഠിച്ച് വിജയിച്ചതിന് ശേഷം നാട്ടുകാർ പറഞ്ഞു അവൾക്ക് വട്ടാണെന്ന്. എന്താണെന്നറിയോ? ഖനികളിൽ നിന്ന് കോരിയെടുക്കുന്ന ഈ സ്വർണ്ണ രത്ന ഖനികളുണ്ടല്ലോ, ആ ഖനികളിൽ നിന്ന് കോരി ഒഴിവാക്കുന്ന ചളിയുണ്ട്, പിച്ച് ബ്ലണ്ട് അയിര്. ഈ അയിര് ചളിയായിട്ട് നമ്മൾ ഈർച്ചപ്പൊടി ഒഴിവാക്കാൻ വേണ്ടി ചില മില്ലുകാർ പരിശ്രമിക്കും പോലെ ഈ ചെളി എങ്ങോട്ട് നീക്കണമെന്നറിയാതെ ആ ഖനി മുതലാളിമാർ ശ്രമിക്കുമ്പോഴാണ് ഇവളത് ആ ചെളി മുഴുവൻ ചട്ടിയിൽ കോരിയിട്ട് തലയിൽ വെച്ചിട്ട് സ്വന്തം വീട്ടിൽ കൊണ്ടിടുന്നു. അപ്പോൾ ആള് പറഞ്ഞു പഠിച്ചിട്ട് വട്ടായി പോയി. അങ്ങനെ നാട്ടുകാർ മുഴുവൻ ഇവളോട് പിന്നെ സംസാരിക്കാറില്ല, ഓക്ക് വട്ടാണെന്ന് വിചാരിച്ചു. ഇവൾ ആ ചളി മുഴുവൻ വീട്ടിൽ കോരിക്കൊണ്ടുവന്ന് കാണുന്നുണ്ട്.
ഇവളെന്തിനാ കൊണ്ടുപോകുന്നതെന്ന് ആർക്കും അറിയില്ല. ഒരു ദിവസം പത്രത്തിൽ ഒരു വാർത്ത വന്നു. ആ വാർത്ത ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനുള്ള സമ്മാനമാണല്ലോ നോബൽ സമ്മാനം. ആ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നു ഈ പെൺകുട്ടിക്ക്. കാരണം പിച്ച് ബ്ലൻഡ് അയിരിൽ നിന്ന് ലോകത്തന്നോളം കണ്ടെത്തിയിട്ടില്ലാത്ത യുറേനിയം എന്നു പേരുള്ള ഒരു മൂലകം ഇവൾ സമ്പുഷ്ടീകരിച്ചെടുത്തു. ആ പെൺകുട്ടിയുടെ പേര് മേരി എന്നാണ്. മേരി. അവളുടെ പ്രൊഫസർ പിയരി ആയിരുന്നു. പിയരി പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്യാൻ സമയം വേണം, അതുകൊണ്ട് നമുക്ക് 2 വീട്ട് താമസം വേണ്ട, നമുക്ക് വിവാഹിതരാകാം. അങ്ങനെ പിയരി ക്യൂരി എന്ന് പറയുന്ന ആള് മേരിയെ വിവാഹം കഴിച്ചു. അങ്ങനെയാണ് മേരി ക്യൂരി എന്ന് പേര് കിട്ടിയത്. പിന്നീട് ഇവരുടെ ഗവേഷണം തുടർന്നു. ആ യുറേനിയത്തെ വീണ്ടും സമ്പുഷ്ടീകരിച്ച് റേഡിയം എന്ന മൂലകം കണ്ടെത്തിയവര്. അതിനും കിട്ടി നോബൽ സമ്മാനം രണ്ടാമതും. ആ റേഡിയത്തിന്റെ ആറ്റം വിഘടിച്ചിട്ടാണ് E=mc² സൂത്രവാക്യത്തിലൂടെ ആറ്റമിക് എനർജി ഉണ്ടാക്കുന്നത്. ഇന്ന് ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എനർജിയാണ് ആറ്റമിക് എനർജി. അതിന് കാരണക്കാരിയായത് ഈ പെൺകുട്ടിയാണെന്ന് നിങ്ങൾ അറിയുക. ലോകത്ത് ചിന്ത ഉത്ഭവിച്ചത് എവിടെയാണെന്നറിയുമോ നിങ്ങൾ? എങ്ങനെയാ ചിന്ത ഉത്ഭവിച്ചതെന്നറിയോ? സ്ത്രീകൾക്ക് പ്രസവിക്കാൻ, മുലയൂട്ടാൻ വിശ്രമം വേണ്ടി വന്നതുകൊണ്ടാണ് ലോകത്ത് ചിന്തയുണ്ടായത്. നിങ്ങൾ അറിയുമോ? മനുഷ്യൻ പണ്ട് കാട്ടാളനായി നടക്കുന്ന കാലത്ത്, വസ്ത്രമില്ലാതെ, കൃഷിയില്ലാതെ, ഭാഷയില്ലാതെ, ഉടുതുണിയില്ലാതെ നടക്കുന്ന കാലത്ത്, വീടില്ലാതെ, കുടുംബ ബന്ധങ്ങളില്ലാതെ, മൃഗങ്ങളെപ്പോലെ ഇതിഹാസങ്ങൾ ജനിക്കും മുമ്പേ, ഈശ്വരൻ ജനിക്കും മുമ്പേയുള്ള കാലത്ത്, ആ കാലത്ത് മനുഷ്യന്മാരുടെ ഇടയിൽ 2 ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ. മനുഷ്യന്മാരുടെ ഇടയിൽ 2 ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ. ആണ് ജാതിയും പെണ്ണ് ജാതിയും. നായരും നമ്പൂരിയും തീയനും പാണിയനും ചോവനും ഒന്നുമില്ല, ആണും പെണ്ണും മാത്രം. അവരുടെ ജോലി എന്താ? രാവിലെ എണീറ്റാ തിന്നാൻ എന്താ കിട്ടുക? വീടുന്നാ തിന്നാൻ കിട്ടുക? തിന്നാൻ ഉണ്ടാക്കലില്ല, കൃഷിയില്ലല്ലോ. മരം കുലുക്കി പറിച്ച് തിന്നും, എറിഞ്ഞിട്ട് തിന്നും, പിന്നെ മണ്ണ് കിളച്ചിട്ട് കിഴങ്ങ് തിന്നും. അതൊന്നും കിട്ടിയിട്ടില്ലേ മൃഗങ്ങളെ കൊന്നു തിന്നും. അങ്ങനെ നടക്കുന്ന കാലം. ആ കാലത്ത് ആണും പെണ്ണും ഒരേപോലെയാ ഭക്ഷണം തേടി പോവുക. പക്ഷെ ഇടക്ക് പെണ്ണിന് ആണിൻ്റെ കൂടെ പോകാൻ പറ്റൂല. എന്തുകൊണ്ടായിരിക്കും? കുഞ്ഞുണ്ണി മാഷ കവിത ചൊല്ലിയാൽ അതിൻ്റെ ഉത്തരം കിട്ടും. ആണിൻ്റെ അമ്മ പെണ്ണ്, പെണ്ണിൻ്റെ അമ്മയും പെണ്ണ്, ഇതെന്ത് നീതി, ഇതെന്ത് ന്യായം? ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാ അല്ലേ? ആണിനെ പെറ്റതും പെണ്ണിനെ പെറ്റതും പെണ്ണാ. ഈ കാര്യം സമൂഹം തിരിച്ചറിവുണ്ടാവണം. ഏത് പെണ്ണിനെ കാണുമ്പോ എൻ്റെ കാമപൂർത്തിക്കുള്ള ഒരു ഉപകരണം മാത്രമായി കാണുന്നതിന് മുമ്പ് എന്നെ പെറ്റതുപോലെ ഒരു മാതാവാണത് എന്ന് ചിന്തിക്കുന്ന ഒരു പുരുഷനെ സൃഷ്ടിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ ജെൻഡർ ഈക്വാലിറ്റി ഉണ്ടാവുന്നത്. അപ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇവക്ക് മരത്തുമ കയറാനും മൃഗങ്ങളുടെ പുറകെ ഓടാനും പറ്റില്ലല്ലോ. ഗർഭിണിയായിരിക്കുമ്പോൾ പ്രസവിച്ച് കിടക്കുമ്പോൾ ഇവള് ഗുഹക്കകത്ത്, വീടില്ല, ഗുഹക്കകത്ത് ഇരിക്കുക. അപ്പോൾ ബാക്കി കാട്ടാളന്മാർ ശേഖരിച്ച ഭക്ഷണത്തിൻ്റെ ഒരു പങ്ക് ഇവക്ക് കൊണ്ടു കൊടുത്തു. അവർ തിന്നോം കഴിച്ച് ബാക്കി. ഇവളത് തിന്നുമ്പോൾ അതിൻ്റെ കുരുവും തൊലിയും പല്ലിന് പിടിക്കാത്തത് കൊണ്ടും രുചിയില്ലാത്തത് കൊണ്ടും ഗുഹയ്ക്ക് പുറത്തേക്കെറിയും. അന്ന് ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള പാത്രമില്ല. ചവിട്ടുമ്പം തുറക്കുന്ന മൂടിയുള്ള ഒരു പാത്രമില്ല എല്ലാ വീട്ടിലും, അതില്ല. അതുകൊണ്ട് വലിച്ചെറിയും പുറത്തേക്ക്. അങ്ങനെ കുഞ്ഞിനെയും മടിയിൽ വെച്ചിട്ട് അടുത്ത ഭക്ഷണം വരുന്നുണ്ടോ എന്ന് ഗുഹാമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ പുറത്ത് മഴ പെയ്തു. മഴ പെയ്തിട്ട് ഇവള് പുറത്തേക്കെറിഞ്ഞ വേസ്റ്റ് കുതിർന്നു. ആ കുതിർന്നിട്ട് ആ കുരുവിൻ്റെ അകത്തുനിന്ന് 2 ഇല പൊങ്ങി വന്നു. ആ 2 ഇല 4 ഇല 8 ഇല 10 ഇലയായി മാറുമ്പോൾ ഇവക്ക് അന്ന് 12 മണിക്കൂർ അന്നും പകലിനുണ്ടല്ലോ. വേറെ ഒരു ഫേസ്ബുക്ക് നോക്കണ്ട, വാട്സപ്പ് നോക്കണ്ട, അലക്കണ്ട, കുളിക്കണ്ട, ഒരു പരിപാടിയില്ല. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഗുഹാമുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ആ ഇലയെ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ലോകത്തെ ആദ്യത്തെ ഐഡിയ ഉണ്ടായത്. ഏത് മരത്തു നിന്നാണ്, ഏത് വള്ളിയിൽ നിന്നാണ്, ഏത് ചെടിയിൽ നിന്നാണ് ഈ കായ പഴം പറിച്ചെടുത്തത്? അതേ മരത്തിൻ്റെ അതേ വള്ളിയുടെ ഇലയാണ് ഈ കുരുവിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ നട്ടാ മുളക്കും. കുരുവിൻ്റെ അകത്ത് മരം ഉണ്ടെന്ന്. ഭക്ഷണം ഉള്ളെടുത്ത് പോകണ്ട, നമ്മൾ ഉള്ളെടുത്ത് ഭക്ഷണം ഉണ്ടാക്കാം എന്ന സൂത്രമാണ് കാട്ടാളത്വത്തിൽ നിന്നും മാനവികതയിലേക്കുള്ള മാറ്റം. ആദ്യം വളർന്നത് ചിന്തയാണ്, ഐഡിയയാണ്. പിന്നീടുണ്ടായത് ഈ കാര്യം തൻ്റെ കൂട്ടുകാരോട് പറയാൻ തൻ്റെ കൂട്ടുകാരെ വിളിച്ചു.
4 മൂലക്കുന്ന് കാട്ടാളന്മാർ ഓഹോ ഓടി വന്നു. അങ്ങനെ 4 ആള് വന്നു. ഇവളും കൂടി വട്ടത്തിലിരുന്നിട്ട്, അന്ന് ഭാഷയില്ല, എന്തൊക്കെയോ അംഗങ്ങളിലൂടെ ഒച്ചകളിലൂടെ ഇവള് ബോധ്യപ്പെടുത്തി, ഇത് നട്ടാ മുളക്കും. അങ്ങനെ അവര് അക്കാണും മാമല വെട്ടി വയലാക്കി ആര്യൻ വിത്തെറിഞ്ഞു. വിത്തിട്ടപ്പോഴാണ് മാനവികതയുണ്ടായത്. കാരണം ഒരിടമുണ്ടായല്ലോ, അതുവരെ എത്തിയെടുത്ത് കിടക്കും, ആണെന്ന് പിന്നെയും നടക്കും. വിത്തിട്ടപ്പോ ആ കിടക്കുന്ന സ്ഥലത്ത് മഴ കൊള്ളാതെ വെയിൽ കൊള്ളാതിരിക്കാൻ മേൽക്കൂരയുണ്ടാക്കി, കിടന്നിടത്ത് മഴവെള്ളം ഒഴുകി വരാതിരിക്കാൻ കിടന്ന മണ്ണ് വാരിക്കൂട്ടി തറയുണ്ടാക്കി, മൃഗങ്ങൾ കയറി വരാതിരിക്കാൻ പനയോലകൾ കൊണ്ട് ചളിക്കട്ടകൾ കൊണ്ട് ചുമരുണ്ടാക്കി, ആദ്യത്തെ വീടുണ്ടായി. അങ്ങനെ കുറെ വീട് ചേർന്നപ്പോ ഒരു നാടുണ്ടായി. ആ നാടിന്റെ പേരറിയാമോ? ആ നാടിന്റെ പേര്, ഭാരതത്തിൽ ആ നാടിന് പേര് പറയുന്നത് 4 മൂലക്കുന്ന് വന്ന 4 ആളും വിളിച്ചു ചേർത്ത ഒരാളും, 4 1 5 പേരുടെ ഒത്തുചേരുന്ന സ്ഥലം. 5-ന് സംസ്കൃതത്തിൽ പഞ്ചോ എന്ന് പറയും, ഒത്തുചേരുന്നതിന് അയത്ത് എന്ന് പറയും. അതാണ് ഈ പഞ്ചായത്ത് എന്ന വാക്കുണ്ടായത്. അങ്ങനെയാണ് പഞ്ചായത്ത്. അങ്ങനെ ആ നാടെന്ന വാക്ക് എങ്ങനെ ഉണ്ടായെന്നറിയോ? നടുന്നത് നാട്, തനിയെ മുളച്ചത് കാട്, നട്ട് മുളപ്പിച്ചത് നാട്, നടുന്നവൻ നാട്ടാളൻ, ഒന്നും നടാത്തവൻ കാട്ടാളൻ. ഇന്ന് കുടുംബശ്രീ യോഗ പരിപാടിയും കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക, ഞാൻ നാട്ടാളനാണോ കാട്ടാളനാണോ. എന്തെങ്കിലും നടുന്നവർ നാട്ടാളനാണ്, ഒന്നും നടാത്തവർ കാട്ടാളനാണ്. മനസ്സിലായോ? വീട്ടിലുള്ള ആണുങ്ങളോടും പറയാ കേട്ടോ, നിങ്ങൾ കാട്ടാളനാണെന്ന് പറയണം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നു, അങ്ങനെ കൃഷി ആരംഭിച്ചു. ആദ്യമായിട്ട് ഇത് മുളക്കുമെന്നറിയണ്ടേ, ഇത് പൂക്കുമെന്നറിയണ്ടേ, ഇത് കായ്ക്കുമെന്നറിയണ്ടേ, അവിടെ താമസാക്കി. അപ്പോഴാ തൻ്റെ ഇടം ഉണ്ടായത്. തൻ്റെ ഇടം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? തൻ്റെതായ ഒരിടം. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട് എന്ന് ധൈര്യത്തിൽ പാട്ടുപാടാൻ കഴിഞ്ഞത് നട്ടപ്പോഴാണ്. അത് പറിച്ചെടുത്ത് പങ്കുവെച്ച് കഴിച്ചു. ബാക്കിയുള്ള ഇത് ഉണക്കി സൂക്ഷിച്ചു, ഉപ്പിലിട്ട് സൂക്ഷിച്ചു, വിത്തുകൾ സൂക്ഷിച്ചു വെച്ചു. ഇവിടെ മനുഷ്യനുണ്ടാവാൻ 5 ഘടകങ്ങൾ ഉണ്ടായി. എന്താണത്? നമ്പർ 1 ചിന്ത. നമ്മുടെ സമൂഹം സംസ്കാരമുള്ള സമൂഹമാണെങ്കിൽ ചിന്തയ്ക്ക് പ്രാധാന്യമുണ്ടാകും. ചിന്തയ്ക്കാണോ പ്രാധാന്യം? അല്ല, ചിന്ത എന്ന് എഴുതിയ എൻ്റെ വള്ളിയെടുത്ത് അപ്പുറത്തെ അക്ഷരത്തിന് മാറ്റിയിട്ടതിനാണോ പ്രാധാന്യം എന്ന് നമ്മളൊന്ന് പരിശോധിക്കാം. ഒരു സ്ത്രീ കേരളത്തിൽ നിന്ന് ജനിച്ച് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ത്രീയുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തക. അവര് കാസർഗോഡ് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടന്ന വാർത്ത നിങ്ങൾ വായിച്ചോ? നിങ്ങളുടെ കുടുംബശ്രീയിൽ അത് ചർച്ച ചെയ്തോ? അവരുടെ പേര് ദയാഭായി എന്നാണ്. അവര് ശാരീരികമായ ഒരു സുഖവും അനുഭവിക്കാത്ത, എവിടെ മനുഷ്യൻ കഷ്ടപ്പെടുന്നു അവിടെയെല്ലാം പോയി ഇടപെടുന്ന ഒരു സ്ത്രീയാണ് ദയാഭായി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സ്ത്രീയാണ്. പക്ഷെ അവരെ നമ്മുടെ നാട്ടിലെ ബസ്സിലെ കണ്ടക്ടർമാർക്ക് അറിയില്ല. പെരാന്ത ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് ഒരു പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. പക്ഷേ ആ തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ എത്ര കുടുംബശ്രീ യോഗത്തിൽ അവരെ പറ്റി ചർച്ച ചെയ്തു. എത്ര യുവാക്കളുടെ ഫേസ്ബുക്കിലോ വാട്സപ്പിലോ സ്റ്റാറ്റസും പ്രൊഫൈലും ഉണ്ടായി. ഇല്ല, അവര് മാത്രമല്ല, അവരെ 17,000 ഉറുപ്പിയും അവരുടെ പാസ്പോർട്ട് അടങ്ങുന്ന ബാഗ് ആടുന്ന് ആരോ രാത്രി മോഷ്ടിച്ചു കളഞ്ഞു. എന്നാൽ മറ്റൊരു സ്ത്രീ, ആ സ്ത്രീക്ക് ചിന്ത എന്ന് പറയുന്ന ഒരു പരിപാടിയില്ല. അവർ ഈ ലോകത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അവർ കൊച്ചിയിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് 3.5 ലക്ഷം യുവാക്കൾ അവരെ കാണാൻ വേണ്ടിയിട്ട് കൊച്ചിയിൽ പോയി. കൊച്ചി പട്ടണം സ്തംഭിച്ചു പോയി. അവരൊരു മാൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നതാ. അവര് ഇതുവരെ അവരുടെ ചിന്തകൾ ലോകം അറിഞ്ഞിട്ടില്ല. പക്ഷേ ചിന്തേന്റെ വള്ളി എടുത്ത് മാറ്റിയിട്ട ആ ഭാഗം കുലുക്കിക്കൊണ്ട് നൃത്തം ചെയ്യും. അതുമാത്രമാണ്. അവർ അർദ്ധനഗ്നാംഗിയായിട്ട് നൃത്തം ചെയ്യും. അവരുടെ പേര് സണ്ണി ലിയോൺ എന്നാണ്. സണ്ണി ലിയോണിനെ കാണാൻ 3.5 ലക്ഷം ചെറുപ്പക്കാർ പോയി. അപ്പൊ കേരളത്തിലെ പുതിയ തലമുറ ചിന്തക്കാണോ, ചിന്തേന്റെ വള്ളി മാറ്റിയിട്ടേനാണോ പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് നിങ്ങൾ വീട്ടിൽ നെഞ്ചത്ത് കൈവച്ച് പരിശോധിക്കുക. അതുകൊണ്ട് ചിന്ത വളരണം. ചിന്തയുണ്ടാക്കിയത് സ്ത്രീയാണ്. ആ ചിന്തയെ പടർത്താനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വായിക്കണം. വായനശാലകളുടെ വരാന്തയിൽ യുവാക്കൾ അകന്നുപോയപ്പോൾ ബിവറേജിന്റെ മുന്നിൽ ക്യൂ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികൾ വായിക്കണമെങ്കിൽ അമ്മ വായിക്കുന്നത് കാണണം. നിങ്ങളിൽ പലരും, ഭൂരിപക്ഷ ആളുകളും
പണ്ട് സ്കൂൾ പഠിക്കുമ്പോൾ ചൊല്ലിയ പുലരിയോടത്തൊന്നും പൂന്തോപ്പിയിലെത്തുന്ന പൂമ്പാറ്റ കുഞ്ഞുങ്ങൾ എന്തു ചന്തം, ഈ കവിതയല്ലാതെ പിന്നെ ഒരു കവിത വായിക്കാത്തവരാണ് മഹാഭൂരിപക്ഷവും, അല്ലേ? ഞാൻ ഇന്നലെ രാത്രി പവിത്രൻ തീക്കുനിയുടെ ഗ്രാമത്തിൻ്റെ അടുത്ത് പോയിട്ടാണ് പ്രസംഗിച്ചത്. അവിടെ നിന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ പവിത്രൻ തീക്കുനിയുടെ കവിത വായിച്ച് എത്ര ആളുണ്ട് എന്ന് കൈപൊക്കി പറഞ്ഞു. 3 ആള് ആ നാട്ടിൽ, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പവിത്രൻ തീക്കുനിയുടെ കവിത വായിച്ചവർ 3 ആള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നി. അടുത്ത ദിവസം ഞാൻ അക്ബർ കക്കട്ടിലിൻ്റെ നാട്ടിലാണ് ഒരു പരിപാടിക്ക് പ്രസംഗിക്കാൻ പോകുന്നത്. അവിടെയും ഞാൻ ചോദിക്കും, അക്ബർ കക്കട്ടിലിൻ്റെ കഥ വായിച്ചവരെത്ര? വടകരയിൽ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥ വായിച്ചവരെത്ര? ഒന്ന് കൈവക്കൂ. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കഥ വായിച്ചവരെത്ര? എന്താ കഷ്ടം! എന്ത് വടകരക്കാരാ നിങ്ങള്? വള്ളിയും പുള്ളിയില്ലാത്ത നാട്ടിലാ ജനിച്ചെന്ന് പറഞ്ഞിട്ടെന്താ? ഒരു വള്ളിയില്ല, ഒരു പുള്ളിയില്ല, ഒരു ഗുണമില്ല. അങ്ങനെ പറ്റില്ല കേട്ടോ, മാറണം. പുസ്തകങ്ങളിൽ അത്ഭുത ലോകമുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ മരിച്ചുപോലെ 90 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 75 കൊല്ലം മൃഗത്തിന്റെ ജീവിത, 15 കൊല്ലം മനുഷ്യനാവാൻ പറ്റൂ. അറിയോ? 90 വയസ്സ് വരെ ജീവിക്കുമ്പോൾ എത്ര കൊല്ലം ഉറങ്ങണം? 3-1 ഉറങ്ങില്ലേ? 35 കൊല്ലം നമ്മൾ ഫുൾ ഉറക്കാം. അറിയോ? മനുഷ്യനാവാൻ എന്താ? ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങിയാൽ പോരാ, പുസ്തകങ്ങൾ വായിക്കണം, ലോകത്തെപ്പറ്റി ചിന്തിക്കണം, ചർച്ച ചെയ്യണം. അതുകൊണ്ട് ആശയവിനിമയം നടത്തുക, ചിന്തിക്കുക, ആശയവിനിമയം നടത്തുക, അധ്വാനിക്കുക. മനുഷ്യനായി മാറിയത്, ആ കാട്ടാളത്വത്തിൽ നിന്ന് മനുഷ്യനായി മാറിയത് 1 ചിന്ത, 2 കമ്മ്യൂണിക്കേഷൻ, 3 അധ്വാനം, 4 ഷെയറിംഗ്, കിട്ടിയത് പങ്കുവെച്ച് കഴിക്കുക, 5 സൂക്ഷിച്ചു വെക്കുക. ഈ 5 കാര്യങ്ങളിലൂടെയാണ് മാനവികത വളരുക. ഈ 5 മേഖലകളിലും നിങ്ങൾ ഇനിയുള്ള കുടുംബശ്രീ യോഗത്തിൽ ഓരോ കുടുംബശ്രീയിലും ഒരു പുതിയ ചിന്തയിലേക്ക്, ഒരു പുതിയ ആശയവിനിമയത്തിലേക്ക്, ഒരു പുതിയ തൊഴിലിലേക്ക്, ഒരു പുതിയ പങ്കുവെക്കലിലേക്ക്, ഒരു പുതിയ സൂക്ഷിച്ചു വെക്കലിലേക്ക് പോകാൻ നിങ്ങൾക്ക് കഴിയണം. അതിന് ഈ 25ാം വാർഷികാഘോഷം കരുത്തും നിമിത്തവുമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോടും ഇത്ര നേരം എന്നെ കേട്ടിരുന്ന നിങ്ങളോടെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഈ ആഘോഷത്തിന് എല്ലാ കുടുംബശ്രീയുടെ അംഗങ്ങൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഊഷ്മളമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും അർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. നമസ്കാരം.